അളിയാ അളിയാ എന്നെ പറ്റി? അളിയ എനിക്ക് രണ്ടുപേരെ വേണം അളിയ, രണ്ടുപേരെ. രണ്ടുപേരോ? എന്നെ രണ്ടുപേര്? അളിയ എനിക്കുണ്ടല്ലോ അളിയ, അമൃതേനെ വേണം, ഐശ്വര്യനെ വേണം അളിയ. അളിയാ ഞാൻ നേരത്തെ നിന്നോട് പറയണമെന്ന് ഓർത്തിരുന്ന നിന്റെ ഇക്കാടെ ഒരു സ്ഥാനത്ത് എന്ന് പറയാ രണ്ട് കാമുകിയൊക്കെ ഭയങ്കര മോശാത്. എന്തോന്ന് മോശം അളിയ? രാവിലെ അമൃതയ്ക്ക് സ്നേഹം കൊടുക്കും, രാത്രി ഞാൻ ഐശ്വര്യക്ക് സ്നേഹം കൊടുക്കും. അതൊക്കെ ഒരു മോശമാണോ? സ്നേഹമല്ലേ ഞാൻ കൊടുക്കണേ? അളിയ ഞാൻ മറ്റേ അമൃതേനെ നോക്കണ കാര്യം എന്റെ ഐശ്വര്യം അറിഞ്ഞു എന്ന് തോന്നണേ. അവൾ അറിഞ്ഞ ഇനി എന്ത് ചെയ്യും? എന്നെ ഇട്ടിട്ട് പോലും അവളിനി രക്ഷപ്പെട്ടില്ലേ? നീ അമൃതേനെ അങ്ങ് കട്ടി, ഇനി ഐശ്വര്യനെ അങ്ങ് സ്ഥിരമാക്കും. അളിയ നീ എന്തോന്ന് അളിയ പറയണേ? ഞാൻ ഇപ്പോഴും രണ്ടുപേരെയല്ലേ അളിയ പ്രേമിച്ചുകൊണ്ടിരിക്കണേ. ഒരാള് പോയ ഒരാള് എനിക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല. എനിക്ക് രണ്ടുപേരും വേണം. എടാ ചെറുക്ക നിനക്ക് വയ്യേ? അളിയ നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഐശ്വര്യ ബേബിനെ അമൃത ബേബിനെ ഒന്നും കളയാൻ പറ്റൂല. അതുപോലെ തന്നെ മഞ്ജുയുടെ വീടിന്റെ അടുത്താണ് ഇവരുടെ രണ്ടുപേരുടെ വീട്. അളിയ ഞാൻ എന്റെ ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച അളിയ. എനിക്കിനി ഒരു ഗേൾ ഫ്രണ്ടിന് വേണം. ഇനിയോ? ഗേൾ ഫ്രണ്ട് അല്ല, പെണ്ണായിട്ടുള്ള ഒരു ഫ്രണ്ടിന് വേണം. നോക്കിയോളാനാ അളിയ. നിന്റെ ഒരു കൂട്ടുകാരില്ലേ മറ്റേ മരിയ? മരിയ. അവളെ ഒന്ന് സെറ്റാക്കി താടാ എനിക്ക്. ഇനി അവളുടെ ഇൻസ്റ്റാഗ്രാം ഐഡി കൂടെ നിനക്ക് തന്നായിരിക്കും. അളിയ നീ എനിക്ക് അവളുടെ ഇൻസ്റ്റേഡി ഒന്ന് ഒപ്പിച്ചാ. നീ ഒരു പണി, അവളുടെ നമ്പർ ഒന്ന് ഒപ്പിച്ചാടാ. ഞാൻ 12 മണി ഞാൻ അവളെ വിളിച്ചോളാം. എന്തുണ്ടാക്കാനായിട്ട്? വേനലിൽ പൊള്ളാതെ നീർ പെയ്തു നീ ചെയ്യാതെ